വളരെയധികം തിരക്കുള്ള ഒരു ധനവാനായ കച്ചവടക്കാരുണ്ടായിരുന്നു. അയാളുടെ അയൽ ഗ്രാമത്തിൽ ഒരു ഗുരുവിന്റെ ആശ്രമം ഉണ്ടായിരുന്നു. എന്തുമാത്രം തിരക്കുകൾ ഉണ്ടായാലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ കച്ചവടക്കാരൻ ഗുരുവിന്റെ ആശ്രമത്തിൽ എത്തുമായിരുന്നു. ആ ഗുരുവിനോട് അയാൾ എന്തെന്നില്ലാത്ത സ്നേഹ ബഹുമാനങ്ങളും കാണിച്ചിരുന്നു. അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഗുരുവിനോട് പറയുകയും അതിനുള്ള ഉപദേശം ഗുരു നൽകുകയും ചെയ്തിരുന്നു. കച്ചവടക്കാരൻ തിരക്കുള്ള ഒരു മനുഷ്യനാണെന്ന് ഗുരുവിനറിയാം. ഒരു ദിവസം ആ കച്ചവടക്കാരൻ ഗുരുവിനെ കാണുവാൻ വന്നപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒരുപാട് തിരക്കുള്ള ഒരു മനുഷ്യനാണല്ലോ. ആ തിരക്കുകളെല്ലാം നീ മാറ്റിവെച്ചിട്ടാണ് എന്നെ കാണുവാൻ ഇവിടെ വരുന്നത്. എന്നാൽ നാളെ ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും. കച്ചവടക്കാരന് വളരെ സന്തോഷമായി. അയാൾ ഗുരുവിന് വേണ്ട വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഒരുക്കി വെച്ചിട്ട് ഗുരുവിന് വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങി. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും ഗുരുവിനെ കണ്ടില്ല. നേരം ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി, ഗുരു വന്നില്ല. അയാൾ സങ്കടപ്പെട്ടു. ഗുരു എന്നെ പറ്റിച്ചു കളഞ്ഞു എന്ന് സ്വയം പിറുപിറുത്തു. പിറ്റേ ദിവസം ദേഷ്യത്തോടുകൂടി ഗുരുവിനെ കാണുവാനായി ആ കച്ചവടക്കാരൻ എത്തി. മഹാനായ ഒരാൾ ഇങ്ങനെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാലിക്കാത്തത് ശരിയാണോ എന്ന് കച്ചവടക്കാരൻ ചോദിച്ചു. ഗുരു ശാന്തനായി മറുപടി പറഞ്ഞു, ആര് പറഞ്ഞ്? ഞാൻ നിന്റെ വീട്ടിൽ വന്നില്ല എന്ന്? വന്നിരുന്നല്ലോ. രാവിലെ ഒരു യാചകന്റെ വേഷത്തിലായിരുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അപ്പോൾ നീ എന്നെ ആട്ടി ഓടിച്ചു. ഉച്ചയ്ക്കും വന്നിരുന്നു. അപ്പോൾ ഒരു മുടന്തനായിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോഴും നീ എന്നെ ഗൗനിച്ചില്ല. വൈകുന്നേരം ഞാൻ ഒരു വൃദ്ധയുടെ വേഷത്തിൽ നിന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ നീ എന്റെ നേരെ മുഖം തിരിച്ചില്ല. പിന്നെ ഞാനൊരു പട്ടിയായിട്ട് നിന്റെ വീട്ടിൽ വന്നിരുന്നു. നീ എന്നെ ഒരു കാലിലെടുത്ത് എറിഞ്ഞു ഓടിച്ചു. ഇങ്ങനെ കരുണയില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് കയറി വരിക? നമ്മുടെ സ്നേഹം, കരുണ എന്നീ പറയുന്നതൊക്കെ നിശ്ചിതമായ ആൾക്കാരുടെ മുന്നിൽ മാത്രം പ്രകടിപ്പിക്കാനുള്ള ഒന്നല്ല. നമ്മുടെ ഉള്ളിലുള്ള കരുണയും സ്നേഹവും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലും പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നാം ജീവിക്കുന്ന ഈ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അർത്ഥത്തിൽ അത് വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ്. ഒരു പൂന്തോട്ടത്തിലെ വൈവിധ്യങ്ങളായ പൂക്കളാണ് ആ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം. അതുപോലെ തന്നെയാണ് വിവിധ തരക്കാരായ ആളുകൾ ചേർന്നതാണ് നമ്മുടെ സമൂഹം. ചുറ്റുമുള്ളവരോട് കാരുണ്യവും സ്നേഹവും കാണിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നാം യഥാർത്ഥ മനുഷ്യനാവൂ. ഈശയോടെ ഉണ്ടാക്കിയ പ്രതീക്ഷകൾ തകരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ദേഷ്യം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ നമ്മൾ തന്നെയാണ് പലപ്പോഴും അതിന് കാരണം. അത് നാം മനസ്സിലാക്കാറില്ല. ഈ കച്ചവടക്കാരനും ഗുരുവും തമ്മിലുള്ള ആന്തരിക ബന്ധവും അതുപോലെ തന്നെയാണ്. ഏത് സ്നേഹവും ഒരു പരിമിതിയിൽ നിലനിർത്താൻ പാടില്ല. പരിമിതികൾക്കും അപ്പുറത്തേക്ക് പോകേണ്ടതാണ് എന്നാണ് കഥയുടെ സന്ദേശം. ഗുരു വന്നപ്പോൾ നീ തിരിഞ്ഞു നിന്നു. യഥാർത്ഥത്തിൽ അത് നിന്റെ ഒരു പരീക്ഷണമായിരുന്നു. നമുക്കും ഇത്തരത്തിൽ പലപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥ ദൈവം നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാറില്ല. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ അനുദപിച്ച് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവയെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന ചിന്ത നാം പലപ്പോഴും ഓർക്കാറേയില്ല. നമ്മുടെ ഹൃദയം തുറക്കേണ്ടത് പ്രാർത്ഥനയ്ക്കായി മാത്രമാകരുത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ആകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ തങ്ങിയെങ്കിൽ മറ്റൊരാളുടെ ഹൃദയം തൊടാൻ ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിതയാത്ര തുടരട്ടെ കരുണയുടെ വഴിയിൽ. ലവ് യു ഓൾ. ബി ഹാപ്പി.